പശ്ചിമ ബംഗാളിൽ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന അധ്യാപക നിയമന അഴിമതി കേസിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി പാർത്ഥ ചാറ്റർജിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലാണ് ഇഡി പരിശോധന നടന്നത് കോടികളുടെ അഴിമതിയാണെന്ന് ഇഡി വ്യക്തമാക്കി. വിവരങ്ങളുമായി ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, നമുക്കറിയാം ഈ വിഷയത്തിൽ ഈ കേസ് സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരെയും ജീവനക്കാരെ നിയമിക്കുന്നതിന് അതും സെലക്ഷൻ പരീക്ഷയിൽ തോറ്റ ഉദ്യോഗാർത്ഥികളുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ പിരിച്ച് ഏതാണ്ട് 100 കോടിയുടെ അഴിമതി നടന്നു എന്നാണ് വ്യക്തമായത്. ഇതുമായി ബന്ധപ്പെട്ട് തീർച്ചയായും തൃണമൂൽ കോൺഗ്രസിന്റെ എംപിമാർ, മന്ത്രിമാർ, മുതിർന്ന നേതാക്കളൊക്കെ ഇഡിയുടെ സംശയമുനയിലും ചോദ്യമുനയിലുമുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ പരിശോധന നടക്കുന്നുണ്ടല്ലോ, ആ ഒരു സാഹചര്യം എന്താണ്? വിശദാംശങ്ങൾ എന്താണ് കിട്ടുന്നത്? ലക്ഷ്മി, നേരത്തെ തന്നെ പാർത്ഥ ചാറ്റർജിയുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലുകളിൽ ഈ അധ്യാപക നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട നിരവധി രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭ്യമായിരുന്നു. ഇതേ തുടർന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ പശ്ചിമ ബംഗാളിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇഡി ഇപ്പോഴും തുടരുന്നത്. പാർത്ഥ ചാറ്റർജിയെ നേരത്തെ അറസ്റ്റ് ചെയ്യുകയും ഏതാണ്ട് 21 കോടി രൂപ പാർത്ഥ ചാറ്റർജിയുടെ അടുത്ത അനുയായികളുടെ വീട്ടിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിൽ നിന്നും ധാരാളം തെളിവുകൾ ഇതിനകം തന്നെ ഇഡിക്ക് ലഭ്യമായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ റെയ്ഡ് നടക്കുന്നതും പാർത്ഥ ചാറ്റർജിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ വസതികളിലും ഓഫീസുകളിലുമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരീക്ഷയിൽ എഴുത്ത് പരീക്ഷയിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് ടെസ്റ്റുകളിൽ ഉൾപ്പെടെ പരാജയപ്പെട്ട ആളുകൾക്ക് പോലും ഈ നിയമനം വഴി ജോലി നൽകുകയും മറ്റും ചെയ്തു എന്നതാണ് ഈ ഒരു കേസിന്റെ അടിസ്ഥാനം എന്നത് പശ്ചിമ ബംഗാളിൽ അധികാരത്തിലിരിക്കുന്ന തൃണമൂൽ സർക്കാരിന് വലിയ ക്ഷീണമാവുകയും നിരവധി തൃണമൂൽ നേതാക്കൾ ആരോപണ വിധേയരാകുകയും ചെയ്തിട്ടുള്ള ഒരു കേസ് കൂടിയാണ്. അതിനാൽ ആ രീതിയിലുള്ള രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുള്ള ഒരു കേസിലാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ റെയ്ഡ് പുരോഗമിക്കുന്നത്. യെസ്, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.